ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കൊളംബിയയെ പോലുള്ള രാജ്യങ്ങളോടുള്ള മുന്നറിയിപ്പ്. ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുക, അവരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കുക. അത് യാത്രാ വിമാനത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞ വലിയ ചെലവാണ്. അതുകൊണ്ടാണ് സൈനിക വിമാനത്തിൽ എത്തിക്കുന്ന സൈനിക വിമാനത്തിൽ സീറ്റ് സംവിധാനമില്ല, നിലത്തിരുന്ന് വേണം പോവാൻ. ആ നിലത്തിരുന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവരെ ബന്ധിപ്പിച്ചു കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. ഞങ്ങൾ അങ്ങനെ കയറ്റി അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിമാനം വിട്ട് നിങ്ങളുടെ പൗരന്മാരെ കൊണ്ടുപോകണം. അതിനോട് നിസ്സഹകരിച്ചാൽ ഞങ്ങൾ എടുക്കാൻ പോകുന്നത് കൂടുതൽ കർശനമായ നിലപാടായിരിക്കും. അമേരിക്കയുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല. കാരണം ഒരു രാജ്യം ഇപ്പൊ ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയക്കണമെങ്കിൽ ഇന്ത്യ തീരുമാനിക്കണം. ഇന്ത്യ അമേരിക്കൻ വിമാനം ഇവിടെ വരണ്ട എന്ന് തീരുമാനിച്ചാൽ അമേരിക്കയ്ക്ക് വിമാനം ഇറക്കാൻ കഴിയില്ല. അതാണ് എയർ ട്രാഫിക് റൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹകരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയൂ. അതിനുള്ള പ്രതികാരം എന്ന് പറയുന്നത് ഈ താരിഫ് ഏർപ്പെടുത്തുക, വിസ നിരോധിക്കുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് പ്രായോഗികമല്ല. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും വിസ നിഷേധിക്കാനോ എല്ലാ രാജ്യങ്ങളിലേക്കും താരിഫ് ഏർപ്പെടുത്താനൊന്നും സാധ്യമല്ല. അത് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധം എന്ന നിലയിൽ മാത്രമാണ്. അതുകൊണ്ട് ട്രംപ് പുതിയൊരു വഴി കണ്ടെത്തിയിരിക്കുന്നു. ആ വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ പൗരന്മാരെ നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഗാണ്ടനാമോ ബേ ജയിലിൽ അടയ്ക്കുമെന്നതാണ്. അതൊരു വല്ലാത്ത വെല്ലുവിളിയാണ്. 30,000 ബെഡുകൾ ഒരുക്കാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു ഇന്നലെ. ഈ ഗാണ്ടനാമോ ബേ എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ്.